ഭാരതത്തിന്റെ ഭരണഘടന നിലവിൽ വന്നതിന്റെ 75ാം വാർഷികവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിലെ ഇരുസഭകളിലും പ്രത്യേക ചർച്ച ഇന്നലെ പൂർത്തിയാവുകയുണ്ടായി. 140 കോടി പൗരന്മാർക്ക് മുമ്പിൽ ഇപ്പോൾ അഭിമാനം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് കോൺഗ്രസ് എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. ജവഹർലാൽ നെഹ്റു മുതൽ ഇളമുറയിലെ രാഹുൽ ഗാന്ധി വരെ ഭരണഘടനയോടും ഭരണഘടനാ സ്ഥാപനങ്ങളോടും ചെയ്തു കൂട്ടി അത്രയും ഒരിക്കൽ കൂടി ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കാൻ ഭരണഘടനാ ചർച്ച യഥാർത്ഥത്തിൽ കാരണമായിരിക്കുകയാണ്. 6 മാസങ്ങൾക്ക് മുമ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രചരണ വിഷയം ഭരണഘടന. അത് തന്നെ അവരുടെ കയ്യിലിരുന്ന് തന്നെ പൊള്ളുന്ന കാഴ്ച ലോക്സഭയിലും രാജ്യസഭയിലും ഇപ്പോൾ കാണാനായിരിക്കുകയാണ്. ലോക്സഭയിലെ 1.25 മണിക്കൂർ നീണ്ട പ്രസംഗത്തിലൂടെ നെഹ്റു മുതലുള്ള കുടുംബാംഗങ്ങൾ അധികാരത്തിനായി ഭരണഘടനയോട് ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരത്തി. അപ്പോൾ മറുവശത്ത് കാര്യമായ വാദങ്ങളൊന്നുമില്ലാതെ നിസ്സഹായരായി നിൽക്കുന്ന രാഹുലിനെയും പ്രിയങ്കയും കോൺഗ്രസ് എംപിമാരെയുമാണ് കാണാൻ കഴിഞ്ഞത്. ഇന്ത്യൻ പാർലമെന്റിലെ ചരിത്രത്തിലെ പ്രതിപക്ഷത്തിന്റെ ഏറ്റവും ദയനീയ പ്രകടനങ്ങളിലൊന്നായി ഭരണഘടനാ ചർച്ച മാറിയിരിക്കുകയാണ് യഥാർത്ഥത്തിലെന്ന് പറയാം. പുതുതലമുറ അറിയാതെ കിടന്ന നെഹ്റു കുടുംബത്തിന്റെ ഭരണഘടനാ വിരുദ്ധ നടപടികൾ ഓരോന്നായി പുറത്തു വന്നത് പാർലമെന്റിൽ 4 നാൾ നീണ്ടുനിന്ന ഭരണഘടനാ ചർച്ചയുടെ നേട്ടങ്ങളായിട്ടാണ് പലരും കണക്കാക്കപ്പെടുന്നത്. ജവഹർലാൽ നെഹ്റു ഇടക്കാല പ്രധാനമന്ത്രിയായിരുന്ന 1947, 1952 കാലത്തിൽ രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പ് പോലും നടന്നിട്ടില്ലാത്ത സമയമായിരുന്നു. ഭരണഘടന നിലവിൽ വന്ന് കുറച്ചു നാളുകൾ മാത്രമായപ്പോഴാണ് രാജ്യത്ത് ആദ്യ ഭരണഘടനാ ഭേദഗതി നെഹ്റു പ്രധാനമായും കൊണ്ടുവന്നത്. രാഷ്ട്രപതിയുടെയും ലോക്സഭാ സ്പീക്കറിന്റെയും വരെ വിമർശനത്തിന് വഴിതെളിച്ച നെഹ്റുവിന്റെ നടപടി വീണ്ടും പ്രധാനമായും ചർച്ചയിലേക്ക് എത്തിച്ചതും ലോക്സഭയിൽ പ്രധാനമന്ത്രി മോദി തന്നെയാണ്. 1950 പൊതുസുരക്ഷാ നിയമത്തിന്റെ അഭിപ്രായ നിയന്ത്രണ വ്യവസ്ഥകളെ വെല്ലുവിളിച്ചു നടന്ന ബ്രിജ്ഭൂഷൺ ആൻഡ് അനദർ വേഴ്സസ് ഡൽഹി സ്റ്റേറ്റ് എന്ന കേസിന്റെ നേതൃത്വത്തിൽ ഓർഗനൈസർ വരികയും ചെയ്തിരുന്നു. വിഭജനകാലത്തും അതിനുശേഷവും നടന്ന വർഗീയ കലാപങ്ങളുടെ ഭീകരത തുറന്നെഴുതിയാണ് നെഹ്റുവിന്റെ അപ്രീതിക്ക് കാരണമായ പ്രധാന ഘടകം. നെഹ്റു സർക്കാർ ഓർഗനൈസിനുമേൽ ഈസ്റ്റ് പഞ്ചാബ് പബ്ലിക് സേഫ്റ്റി ആക്ട് പ്രകാരമുള്ള പത്രമാരണ നിയമങ്ങൾ ചുമത്തിയതിനെതിരെ അന്നത്തെ എഡിറ്റർ KR മൽക്കാനി ശക്തമായി പ്രതിഷേധിച്ചിരുന്നു. സെൻസസ് സീസർ എന്ന അടിക്കുറിപ്പോടെ എഡിറ്റോറിയൽ പേജിൽ കത്രികാടയാളം പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് കോടതിയെ സമീപിക്കുകയായിരുന്നു. കേസിൽ ഓർഗനൈസിന് അനുകൂലമായി 1950 മെയ് 26 സുപ്രീം കോടതി വിധി പുറപ്പെടുവിക്കുകയുണ്ടായി. ഈ കോടതി വിധി മറികടക്കാനാണ് ജവഹർലാൽ നെഹ്റു 1951 അഭിപ്രായ സ്വാതന്ത്ര്യം നിയന്ത്രിച്ചുകൊണ്ടുള്ള ആദ്യ ഭരണഘടനാ ഭേദഗതി പ്രധാനമായും കൊണ്ടുവന്നത്. ആർട്ടിക്കിൾ 91A മാറ്റങ്ങൾ വരുത്തി ഭരണഘടനയിൽ ആദ്യ ഭേദഗതി കൊണ്ടുവരുമ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്ത പ്രധാനമന്ത്രി പോലും ആയിരുന്നില്ല ജവഹർലാൽ നെഹ്റു എന്നതും ഏറെ ശ്രദ്ധേയമാണ്. സ്വന്തം അധികാരം നിലനിർത്താനും വിമർശനങ്ങളെ നേരിടാനും ഭരണഘടനയിൽ ഭേദഗതി വരുത്തുന്ന നെഹ്റു കുടുംബത്തിന്റെ പ്രവർത്തികൾ സ്വതന്ത്ര ഭാരതത്തിൽ അന്നാണ് പ്രധാനമായും തുടക്കമായത്. 1975 അടിയന്തരാവസ്ഥയിലൂടെ ഇന്ദിരാഗാന്ധിയും അത് ആവർത്തിക്കുകയാണ് ചെയ്തത്. ഭാരതത്തിന്റെ ഭരണഘടനയുടെ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ദ്രോഹം ചെയ്ത കുടുംബം ഏതെന്ന ചോദ്യത്തിന് അന്നും ഇന്നും ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. അത് നെഹ്റു കുടുംബമായിരിക്കും. ആ കുടുംബമാണെന്ന് ഭരണഘടനയുടെ ചെറുപതിപ്പുമായി രാജ്യമെങ്ങും നടന്ന് ഭരണഘടന ആപത്തിലാണെന്ന വ്യാജ പ്രചരണം അഴിച്ചുവിടുന്നതെന്ന് ഓർക്കുമ്പോൾ ഓരോ പൗരന്മാർക്കും അവരോട് പുച്ഛമല്ലാതെ മറ്റൊന്നും തോന്നേണ്ടതില്ല എന്നാണ് BJP ഉയർത്തുന്ന പ്രധാന ആരോപണം. സുപ്രീം കോടതി വിധികൾ മറികടക്കാൻ ഭരണഘടനയെ തന്നെ മാറ്റിയെഴുതാൻ നെഹ്റുവിനു ശേഷവും ആ കുടുംബം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ സുപ്രീം കോടതി നടപ്പിലാക്കാതിരിക്കാനാണ് ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രധാനമായും പ്രഖ്യാപിച്ചിരുന്നത്. പ്രധാനമന്ത്രിക്കെതിരെ ഒരു കോടതിയിലും ആർക്കും പോകാനാവില്ലെന്ന പ്രത്യേക ഭരണഘടനാ ഭേദഗതി തന്നെ അവർ അക്കാലത്ത് പാസ്സാക്കുകയും ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനങ്ങളെ തന്നെ നാണം കെടുത്തുകയുമാണ് ചെയ്തത്. 1975 ആർട്ടിക്കിൾ 392A കൂട്ടിച്ചേർത്ത് ഭരണഘടനയിലെ 39ാം ഭേദഗതി വഴി സ്ഥാപിച്ച പ്രധാനമന്ത്രിയുടെ നിയമനം രാജ്യത്തെ ഒരു കോടതിയിലും ചോദ്യം ചെയ്യാൻ സാധിക്കില്ല എന്ന വ്യവസ്ഥയിലായിരുന്നു നിലനിന്നത്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വന്ന ജനതാ സർക്കാർ മറ്റൊരു ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ദിരാഗാന്ധി വരുത്തിയ നാണക്കേട് റദ്ദാക്കുകയും ചെയ്തു. ഷെബാനു കേസിലെ സുപ്രീം കോടതി വിധി മറികടക്കാനായി ഭരണഘടനയെ അട്ടിമറിച്ച മുസ്ലിം വിവാഹമോചന നിയമം പാസാക്കി രാജീവ് ഗാന്ധിയും കോടതി വിധികൾക്കെതിരെ നെഹ്റു കുടുംബത്തിന്റെ പരമ്പരാഗത സ്വഭാവം പ്രകടിപ്പിക്കുകയുണ്ടായി. ഇത്തരം വസ്തുതകളെല്ലാം ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നെഹ്റു കുടുംബത്തിനെതിരെ നിശിതമായ കടന്നാക്രമണമാണ് ലോക്സഭയിൽ പ്രധാനമായും നടത്തിയിരിക്കുന്നത്. ഭരണഘടനയെ അപമാനിക്കാൻ കിട്ടിയ ഒരവസരം നഷ്ടമാക്കാത്തവരാണ് നെഹ്റുവിന്റെ പിന്മുറക്കാരെന്ന് മോദി സഭയിൽ ശക്തമായി ആരോപിച്ചു. രാജ്യം ഭരിച്ച 6 പതിറ്റാണ്ടിനിടെ 75 ഭരണഘടനാ ഭേദഗതികൾ നെഹ്റു കുടുംബം പാസാക്കിയെന്ന് മോദി പ്രധാനമായും വെളിപ്പെടുത്തിയത്. എതിരെ വിധി പറഞ്ഞ ജസ്റ്റിസ് ഖന്ന എന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകാതെ അപമാനിച്ചിറക്കിവിട്ട നെഹ്റു കുടുംബത്തിന്റെ ഭരണഘടനാ നടപടി മോദി പ്രസംഗത്തിൽ എടുത്തു പറയുകയും ചെയ്തു. തിരഞ്ഞെടുക്കപ്പെട്ട അധികാരത്തിലേറിയ പ്രധാനമന്ത്രിക്ക് മുകളിൽ ദേശീയ ഉപദേശ സമിതി എന്ന അധികാരം കേന്ദ്രം രൂപീകരിച്ച് പാർട്ടി അധ്യക്ഷനായ സൂപ്പർ പ്രധാനമന്ത്രിയാക്കി രാജ്യം ഭരിച്ചതുവഴി ഭരണഘടനാ വിരുദ്ധത അവർ വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച ബിൽ പരസ്യവേദിയിലെത്തി കീറിയെറിഞ്ഞത് രാഹുൽ ഭരണഘടനാ സ്ഥാപനങ്ങളെ അപമാനിച്ച നടപടിയും പ്രധാനമന്ത്രി പ്രസംഗത്തിൽ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏക സിവിൽ കോഡ് 370 വകുപ്പിന്റെ റദ്ദാക്കൽ തുടങ്ങിയ
തുടങ്ങിയ നടപടികളിലൂടെ രാജ്യത്തിന്റെ ഭരണഘടനയെ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്ന BJPക്കെതിരെ എക്കാലവും കോൺഗ്രസ് സ്വീകരിച്ച നിലപാടുകൾ അവരുടെ ഭരണഘടനയ്ക്കെതിരായ സമീപനത്തിന്റെ തെളിവായിട്ടാണ് പ്രധാനമായും പ്രധാനമന്ത്രി വിശദീകരിച്ചത്. നെഹ്റുവും ഇന്ദിരയും മുതലുള്ളവർ ഭരണഘടനയ്ക്കെതിരെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരെയും നടത്തിയ നീക്കങ്ങൾ രാജ്യസഭയിൽ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ഒന്നൊന്നായി വെളിപ്പെടുത്തിയപ്പോൾ വാദങ്ങളൊന്നുമില്ലാതെ മൗനം പാലിക്കേണ്ടി വന്ന അവസ്ഥയാണ് കോൺഗ്രസ് എംപിമാർക്ക് എന്നതും വളരെയധികം ശ്രദ്ധേയമായിരുന്നു. ഇന്ത്യ മുന്നണിയിലെ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ ആരും തന്നെ ഇരു സഭകളിലും നടന്ന ഭരണഘടനാ ചർച്ചയിൽ കോൺഗ്രസിന്റെ രക്ഷയ്ക്ക് എത്തുകയും ചെയ്തിട്ടില്ല. ഭരണഘടനയുടെ ചെറുപകർപ്പ് കയ്യിൽ കൊണ്ടു നടന്ന് പോക്കറ്റിലിട്ട് നടന്നും കോൺഗ്രസ് എംപിമാർ പാർലമെന്റിൽ നടത്തുന്ന രാഷ്ട്രീയ നാടകത്തെ തുറന്നു കാട്ടാനും BJPക്ക് ഇതിലൂടെ കഴിഞ്ഞുവെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടുന്നത്. പലരുടെയും കയ്യിലുള്ള ഭരണഘടനാ പകർപ്പിന് പുറംചട്ട മാത്രമേ ഉള്ളൂവെന്നും BJP എംപിമാർ ചർച്ചയിൽ പരിഹസിക്കുകയുണ്ടായി. കയ്യിൽ കൊണ്ടു നടക്കുന്ന ഭരണഘടനയിൽ എത്ര പേജുകൾ ഉണ്ടെന്ന് ചോദിച്ചിട്ട് ഒരു കോൺഗ്രസ് MP പോലും ശരിയുത്തരം പറഞ്ഞില്ലെന്ന് വെളിപ്പെടുത്തിയത് മുൻ കേന്ദ്രമന്ത്രിയും ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള ലോക്സഭാ അംഗവുമായ അനുരാഗ് താക്കൂർ ആയിരുന്നു. രാജ്യത്തിന്റെ ഭരണഘടനയെ എക്കാലവും പോക്കറ്റിലിട്ട് ശീലിച്ചവരാണ് കോൺഗ്രസുകാരെന്നും താക്കൂർ ശക്തമായി കുറ്റപ്പെടുത്തി. രാഷ്ട്രീയ നാടകങ്ങൾക്കായി പരിപാവനമായ ഭരണഘടനയെ ഉപയോഗിക്കരുതെന്ന് ലോക്സഭാ സ്പീക്കറും രാജ്യസഭാ ചെയർമാനും പലവട്ടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ കോൺഗ്രസ് എംപിമാർ അത് ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അത് അവരുടെ സ്വഭാവവുമാണ്. കാരണം അധികാരത്തിനായി നെഹ്റു കുടുംബം പലവട്ടം മാറ്റിയെഴുതിയ ഭരണഘടനയോട് അവർക്കത്ര ബഹുമാനമേ ഉള്ളൂ എന്ന് തന്നെ കണക്കാക്കാം. എന്നാൽ കോൺഗ്രസ് പാർട്ടി എത്രത്തോളം ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമാണെന്ന് രാജ്യത്തിന് മുന്നിൽ തുറന്നു കാണിക്കാൻ BJPക്ക് ലഭിച്ച മികച്ച അവസരമായി ഭരണഘടനാ ചർച്ച മാറിയിരിക്കുകയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ. ഭരണഘടനാ ചർച്ചയ്ക്കായി സഭയിൽ ബഹളമുണ്ടാക്കി സമ്മതിപ്പിച്ച കോൺഗ്രസ് എംപിമാരോട് അക്കാര്യത്തിൽ BJP നന്ദി പറയേണ്ടതും ആവശ്യമാണ്. കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രീയ അജണ്ടകൾ തയ്യാറാകുന്ന ബുദ്ധിരാക്ഷസന്മാരോടും BJP കടപ്പെട്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ.